ക്രൈസ്തവ സഭകളുടെ കടുത്ത പ്രതിഷേധങ്ങൾക്കിടയിൽ FCRA ഭേദഗതി ബിൽ ഇന്നിപ്പം ലോക്സഭയിലെത്തുകയാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബില്ല് അവതരിപ്പിക്കും. ബജറ്റ് സമ്മേളനം നാളെ അവസാനിക്കാനിരിക്കെ ഇന്നു തന്നെ ബില്ല് പാസാക്കാനാണ് നീക്കം. അതേസമയം ബില്ല് പിൻവലിക്കണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ക്രൈസ്തവ സഭകൾ. KM ഷപ്ന ചേരുന്നു ഡൽഹിയിൽ നിന്നും തത്സമയം. ഷപ്ന, ഗുഡ് മോർണിംഗ്. ക്രൈസ്തവ സഭകൾ ഈ FCRA ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ആശങ്കയിലാണ്. ഇന്നലെ തന്നെ അവർ ഈ MPമാരോടൊക്കെ കേരളത്തിൽ നിന്ന് പ്രചാരണത്തിലൊക്കെ ഉണ്ടായിരുന്ന MPമാരോട് എത്രയും വേഗം നിങ്ങൾ ഡൽഹിയിലേക്ക് പോകണം എന്നൊരു ആവശ്യമൊക്കെ ക്രൈസ്തവ സഭകളൊക്കെ ഉന്നയിച്ചിരുന്നു. അങ്ങനെ MPമാരൊക്കെ ഡൽഹിയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് എന്ത് പ്രതീക്ഷിക്കണം? കാരണം ഇന്നലെ കിരൺ റിജിജു അടക്കം പ്രതികരിച്ചത് ഇനിയിപ്പോൾ ഈ ഒരു വിഷയത്തിലൊരു ചർച്ചയില്ല എന്നാണ്. സേതു, ഏതായാലും കടുത്ത പ്രതിഷേധത്തിനിടെയാണ് ഇത്തരത്തിൽ FCRA ബില്ല് പാസ്സാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നലെ തന്നെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞിരുന്നു, ഇനി സഭയുമായി യാതൊരുവിധ സംവാദത്തിനുമില്ല, ചർച്ചകളെല്ലാം അവസാനിച്ചു, ചർച്ചകൾ ആവശ്യത്തിന് നടത്തിക്കഴിഞ്ഞു, എല്ലാവരുമായി ചർച്ച നടത്തി തന്നെയാണ് ഈ ബില്ല് പാസ്സാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ന്യൂനപക്ഷങ്ങളെ ഉപദ്രവിക്കുക എന്ന ലക്ഷ്യമില്ല. ഇത് വിദേശത്തു നിന്നെത്തുന്ന പണത്തിൻ്റെ ഒഴുക്ക് തടയുക, അല്ലെങ്കിൽ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. കോൺഗ്രസും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കേരളത്തിൽ വലിയ പ്രചരണം നടത്തിയാണ്. തുടങ്ങിയ വാദങ്ങളായിരുന്നു കിരൺ റിജിജു ഉന്നയിച്ചത്. ഇന്നിപ്പോൾ ഏതായാലും പാർലമെന്റിൽ ബില്ല് പാസ്സാക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. അമിത്ഷാ ആയിരിക്കും ബില്ല് പാസ്സാക്കുക, ബില്ല് അവതരിപ്പിക്കുക. അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പാർലമെന്റിൽ നടക്കുക. ഏതായാലും കടുത്ത എതിർപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. CBCI പോലെയുള്ള ബിഷപ്പുമാരുടെ സംഘടന അടക്കം വലിയ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. MPമാരെല്ലാവരും ഈ പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കണം എന്ന് തന്നെയാണ് CBCI അടക്കം ആവശ്യപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് പല സംസ്ഥാനങ്ങളിലും നമുക്കറിയാം, കേരളത്തിൽ, പശ്ചിമ ബംഗാളിൽ, ആസാമിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ MPമാരെല്ലാവരും തെരഞ്ഞെടുപ്പ് ചൂടിൽ അതാത് സംസ്ഥാനങ്ങളിൽ ഈ വിഷയത്തിൽ ഇന്ന് എന്താവും നടക്കുക, ഒപ്പം തന്നെ അമിത്ഷാ ഈ വിഷയത്തിൽ എന്ത് പറയും എന്നൊക്കെ നമുക്കിനി അറിയേണ്ടതാണ്. ഒരു